ടു ഡു ലിസ്റ്റൊക്കെ ഒരുപാട് പരീക്ഷ നോക്കി. ആ ടു ഡു ലിസ്റ്റിനകത്തുള്ള ടാസ്കുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതല്ലാതെ അതിലൊരു കുറവും ഉണ്ടാവുന്നില്ല. എൻ്റെ സ്ട്രെസ്സ് കൂടുന്നതല്ലാതെ ഒരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മൾ ബിസി ആയിട്ടിരിക്കാം, നമുക്ക് പ്രൊഡക്റ്റീവായിട്ടിരിക്കാം. രണ്ടും രണ്ടാണ്. ബിസി എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരക്കാണ്. എന്ത് തിരക്കെന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല. എന്തൊക്കെയോ തിരക്കുകളാണ്. എന്നാൽ പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടു ഡു ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ, നമ്മുടെ ടു ഡു ലിസ്റ്റിലുള്ള ടാസ്കുകളൊക്കെ കറക്റ്റായിട്ട് ഓരോന്നോരോന്നായിട്ട് ഫിനിഷ് ചെയ്ത് പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്നതാണ്. ബിസി ആയിട്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, എന്നാലും ബിസി ആയിരിക്കും. അപ്പോൾ ഈ വ്യത്യാസം മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയ്ക്കകത്ത്. സ്റ്റേ ട്യൂൺഡ്. ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി താട്ടത്തമ്യാലിൽ. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചാനലിനകത്ത് ഷെയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ വെൽനെസ്സിനെ പറ്റിയിട്ടും ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോസാണ്. അതിൻ്റെ കൂടെ എൻ്റെ കുഞ്ഞു ലൈഫ് സ്റ്റോറീസും കൂടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളാം. ഇനി എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് എൻ്റെ നിന്ന് കാണാൻ ആഗ്രഹമുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അതൊന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണം കേട്ടോ. വീഡിയോ മുമ്പോട്ട് പോയി കഴിയുമ്പോഴേക്കും തോന്നുക അപ്പോൾ പറയാൻ ഞാൻ ഇവിടെ ഇല്ലെങ്കിലോ, എനിക്ക് പറയാൻ സമയം കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേരാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും ബിസി ഡേയ്സ് ഉണ്ടല്ലേ. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അയ്യോ അടുത്ത ചെയ്യാനല്ലോ എന്ന് ഓർക്കുക. ഒരു സാധനം എടുത്ത് ക്ലീൻ ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കുമ്പോഴേക്കും അവിടെ വേറൊരു സാധനം ഇരിക്കുന്നത് കാണാം. അപ്പോൾ അതെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് വെക്കും. അപ്പോൾ അവിടെ വേറൊരു സാധനം ഇരിക്കുന്നതാണ്, പിന്നെ അത് അവിടെ വേറെ സ്ഥലത്ത് കൊണ്ട് വെക്കും. അങ്ങനെ ഒരു ടാസ്കിൽ നിന്ന് വേറൊരു ടാസ്കിലോട്ട്, അത് കഴിഞ്ഞിട്ട് വേറൊരു ടാസ്കിലോട്ട്, അത് കഴിഞ്ഞിട്ട് വേറൊരു ടാസ്കിലോട്ട്, അങ്ങനെ നമ്മൾ ഓടി നടക്കുകയായിരിക്കും അല്ലേ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാത്തിനും സൊല്യൂഷനുണ്ട്. നമ്മൾ കുറച്ചൊന്ന് ഓർഗനൈസ്ഡ് ആയാൽ മതി. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ കാണാം. അപ്പോൾ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു പേപ്പറും പെന്നും കൈ കരുതാൻ മറക്കണ്ട. ഞാൻ ഓരോ സ്റ്റെപ്പും പറയും, അതൊക്കെ അതിനനുസരിച്ച് അപ്പോൾ ചെയ്തു പോയാൽ വീഡിയോ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. ആദ്യത്തെ സ്റ്റെപ്പ് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കുണ്ട്. അത് നമുക്ക് ഈ ടൈം മാനേജ്മെൻറ്റിനകത്ത് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്, ഈ ദാറ്റ് ഫ്രോഗിനകത്ത് ബിഗ്ഗസ്റ്റ് ആണ്, പക്ഷെ ഞാനിവിടെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ടാസ്ക്കാണ്. എല്ലാ ദിവസത്തിലും എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ടാസ്ക് ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ടാസ്ക് നിങ്ങൾ തീരുമാനിക്കണം. എല്ലാം ഇമ്പോർട്ടൻ്റ് ആവുന്നത് നിങ്ങൾക്ക് അനുസരിച്ചാണ്. ഓരോരുത്തർക്കും ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടാസ്ക് അത് ഒരു ദിവസത്തിൽ ആദ്യം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടാസ്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണോ അതോ ലെസ് ഇമ്പോർട്ടൻ്റ് ആണോ എന്നൊന്നും അറിയത്തില്ല, നിങ്ങൾക്ക് അത് വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നാണെങ്കിൽ ചെയ്യാവുന്ന ഒരു വഴിയുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ ടാസ്ക് കറക്റ്റായി ഡിവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് മുകളിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കിട്ടും. അതിന് പകരം ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മുടെ പ്ലാനറിനകത്ത് ടു ഡു ലിസ്റ്റിന് 4 സെക്ഷൻസ് ഉണ്ട്. ഇതിന് ഐസൻഹവർ മെട്രിക്സ് എന്ന് പറയും. ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്, അർജൻറ്റ്, ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്, അർജൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ് ആൻഡ് നോട്ട് അർജൻറ്റ്, അങ്ങനെ 4 കാറ്റഗറി ഉണ്ട്. ഇതുപോലെ നിങ്ങളുടെ ടാസ്കുകൾ നിങ്ങൾക്ക് 4 കാറ്റഗറി ആക്കി മാറ്റാൻ പറ്റും. എന്നിട്ട് ആ കാറ്റഗറിക്കകത്ത് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇമ്പോർട്ടൻറ്റ് ആൻഡ് അർജൻറ്റ് ടാസ്കുകളാണ് ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്ന് പറഞ്ഞത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു ദിവസത്തിൽ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഉണ്ടാവണം. അതായിരിക്കണം നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഒരു കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഞാനത് ചെയ്ത് കഴിഞ്ഞു എന്നൊരു ഫീൽ വരും. ആ ഫീൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ടാസ്ക് ചെയ്യാൻ തോന്നും. അതും നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിയും, പിന്നെ നമുക്ക് അടുത്ത ടാസ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓരോ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ വരികയും ചെയ്യും. ഇത് നമ്മുടെ ഗെയിംസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഓരോ സ്റ്റേജ് ഉണ്ടാവില്ലേ, ഗെയിമിന് ഓരോ ലെവൽ ഉണ്ടാവില്ലേ. ഒരു ലെവൽ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കോയിൻസ് തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂപ്പർ പവർ തരും. അപ്പോൾ നമ്മൾ അടുത്ത ലെവൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു സൂപ്പർ പവർ തരും. അത് നമ്മൾ നമ്മുടെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം, നമ്മൾ തന്നെ നമ്മുടെ ബ്രെയിനോട് പറയാണ്, ഓക്കെ ഇത് കംപ്ലീറ്റ് ചെയ്തു, അടിപൊളി, അടുത്ത കംപ്ലീറ്റ് ചെയ്യാം, അടിപൊളി, അടുത്ത കംപ്ലീറ്റ് ചെയ്യാം, അടിപൊളി. അങ്ങനെ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കുവാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവും, പക്ഷെ അതെങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നറിയില്ല. ഇതൊക്കെ
മനസ്സിലായി. പക്ഷേ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യം വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ എൻ്റെ ഫിനാൻസ് കൺസൾട്ടേഷൻ ഉണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് വേണ്ടി പൈസ എങ്ങനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി, ഡെപ്റ്റൊക്കെ കടമൊക്കെ ഉള്ളവർക്ക് എങ്ങനെ പെട്ടെന്ന് തീർക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. അത് മാറി നിൽക്കട്ടെ, നമ്മളിപ്പോൾ ടൈം മാനേജിനെ പറ്റി പറയുകയല്ലേ. അപ്പോൾ ടൈം മാനേജ്മെൻറ്റിനും ഞാൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു ഫോമിൻ്റെ. അത് ഫില്ല് ചെയ്തിട്ട് അയച്ചാൽ മതി. അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ വാട്സപ്പിലൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെൻറ്റ് ഷെഡ്യൂള് നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. അപ്പം കൺസൾട്ടേഷൻ എടുത്തിട്ടായിരിക്കും, 1-to-1 കൺസൾട്ടേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു തരുക മാത്രമല്ലേ ചെയ്തുള്ളൂ. ഞാൻ എൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിളും കൂടെ പറയാം. ഇന്നത്തെ എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കായിരിക്കുമല്ലോ, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഈ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഞാൻ ചെയ്തിട്ട് വേണമല്ലോ നിങ്ങളോട് പറയാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും പറയാണ്, ഇപ്പം തന്നെ ഇന്നത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന രാത്രി ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് കിടക്കുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കാൻ പറ്റുവാണെങ്കിൽ ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയില്ലേ. അപ്പം നിങ്ങൾക്ക് നാളെ അത് ചെയ്യാൻ മോട്ടിവേഷൻ ആയിരിക്കും. അടുത്തത് നമ്മുടെ 2 മിനിറ്റ് റൂളാണ്. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ 2 മിനിറ്റിൽ താഴെ മതിയെങ്കിൽ അത് അപ്പം തന്നെ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാവേ. വെള്ളം കുടിക്കുന്ന കാര്യം, അത് ഒരു ടാസ്ക് അല്ല, പക്ഷെ ചിലർക്കത് ടാസ്ക്കാണ് അല്ലേ. വെള്ളം കുടിക്കണം എന്ന് ആഗ്രഹിക്കും, പക്ഷെ വെള്ളം കുടിക്കാൻ സമയം കിട്ടാറേ ഇല്ല. അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെള്ളം കുടിക്കാൻ എത്ര സമയം വേണം? 1 മിനിറ്റ് പോലും വേണ്ട. ശരി, ഞാൻ വെള്ളം ഇപ്പോൾ തന്നെ കുടിച്ചേക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത കാര്യം ചെയ്യാം. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ എന്താ കരുതുക, ഓക്കെ ഈ ബുക്ക് എഴുതി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ പണി കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിക്കാം എന്ന് കരുതും. അപ്പോൾ അത് പിന്നെയും നീണ്ടുപോകും. ഇനി വേറൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം വാഷ് ബേസിൽ നമ്മൾ പല്ല് വെച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ നമ്മൾ ആലോചിക്കും, അയ്യോ വാഷ് ബേസിൻ ഭയങ്കര ഡേർട്ടിയാണ്, ബാത്റൂം ക്ലീൻ ചെയ്യാൻ സമയമായിട്ടുണ്ട്, വേറെ ദിവസത്തേക്ക് ചെയ്യാം നമ്മൾ കരുതും. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഈ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാൻ 2 മിനിറ്റ് വേണ്ടി വരുമോ? ഈ പല്ല് ബ്രഷ് വായിക്കകത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാൻ പറ്റും അല്ലേ. അതല്ലാതെ ഹോൾ ബാത്റൂം ഒരുമിച്ച് ഒരു ദിവസം എടുത്ത് ക്ലീൻ ചെയ്യണമെന്ന് കരുതുമ്പോഴാണ് നമ്മൾ അത് നീട്ടി വെക്കുന്നത്. എന്നിട്ട് അത് ഒരിക്കലും നടക്കാത്ത നെവർ എൻഡിങ് ടാസ്ക് ആയിട്ട് മാറും. അതിന് പകരം വാഷ് ബേസിൻ ഇപ്പോൾ ക്ലീൻ ചെയ്തു. അതുപോലെ ബാത്റൂം പോകുമ്പോൾ ഷവർ ഹെഡ് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലോർ ക്ലീൻ ചെയ്യാം. ഇതിനൊന്നും ഒത്തിരി സമയം എടുക്കത്തില്ല. നമ്മൾ എന്ത് ടാസ്ക്കാണോ ചെയ്യുന്നത് അതിനിടെ ചെയ്യാവുന്നതായിരിക്കും. അങ്ങനത്തെ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ പെട്ടെന്ന് ചെയ്ത് പോവുക. അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഇങ്ങനെ ടു ഡു ലിസ്റ്റ് പൈലാവാതിരിക്കും. ഇത് നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു വലിയ ടാസ്ക് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിച്ചൺ ക്ലീനിങ് ആണ്, ഒരു ഭയങ്കര വലിയ ടാസ്ക്കാണ്. കിച്ചണിൽ സിങ്ക്, പാത്രങ്ങൾ, സ്റ്റൗ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ട്. അതിൽ ഏറ്റവും ചെറിയ ടാസ്ക് എടുക്കുക. ഏറ്റവും ചെറിയ ടാസ്ക് ചിലപ്പോൾ ഡൈനിങ് ടേബിൾ ഒന്ന് തുടയ്ക്കുന്നതായിരിക്കും. എത്ര സമയം എടുക്കും? 2 മിനിറ്റ് എടുക്കുമോ? ഇല്ല, അത് അപ്പോൾ തന്നെ ചെയ്യുക. അപ്പം നമ്മുടെ വലിയ ടാസ്കുകൾ നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് അതെല്ലാം 2 മിനിറ്റ് ടാസ്കുകളാക്കി മാറ്റി നമുക്ക് ഓരോ ദിവസവും കുറേശ്ശെ ചെയ്യാൻ പറ്റുമല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് ലിസ്റ്റുകൾ പൈലപ്പ് ആവാതിരിക്കും. ചെറിയ ടാസ്കുകളൊക്കെ എങ്ങനെ തീർക്കണം ഞാൻ പറഞ്ഞു തന്നു. ഇനി നമുക്ക് വലിയ ടാസ്ക് ഉണ്ടാവില്ലേ, ഒത്തിരി സമയം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഈ വീഡിയോ എഡിറ്റിംഗ് ഒത്തിരി സമയം എടുക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒത്തിരി സമയം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിന് നമ്മളൊരു പെർട്ടിക്കുലർ ടൈം ബ്ലോക്ക് ചെയ്ത് വെക്കുക. അതായത് ഒരു ദിവസത്തിൽ തന്നെ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമായിരിക്കും എന്ന് നമ്മൾ ടൈം ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് 12:45 12:45 ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് 4 വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. 4 വീഡിയോയ്ക്ക് ഞാൻ അരമണിക്കൂർ വീതം എടുക്കുവാണെങ്കിൽ 2 മണിക്കൂർ എനിക്ക് ചിലവാകും. അപ്പോൾ 12:45 എനിക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ 12 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഒരു 11:30 ആകുമ്പോഴത്തേക്ക് ഞാൻ മെല്ലെ റെഡിയാവാൻ തുടങ്ങണം. അപ്പോൾ എനിക്ക് മെല്ലെ റെഡിയാൻ വേണ്ടിയിട്ടാട്ടോ, അത്രയും സമയമൊന്നും വേണ്ട. എന്നാലും ഞാൻ കുറേ ബഫർ ടൈം ഇടുന്നതാണ്. 12:45 എത്തുന്നതിന് പകരം 12:30 എത്തും. അപ്പോൾ ഞാൻ 12 മണിക്ക് വീട്ടിലെത്തുമ്പോൾ എനിക്ക് മെല്ലെ നടന്നു പോയാൽ മതി. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വെച്ച് നമ്മൾ ബഫർ ടൈം ഇടണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 2 മണിക്കൂറാണ് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങണം? ഒരു 10 മണിയാകുമ്പോൾ എങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങണം. അപ്പോഴും 12 മണിക്കേ തീരുള്ളൂ. അപ്പോൾ ഞാനൊരു 9 മണിയാക്കാം. അപ്പോൾ നമുക്ക് എത്ര സമയമാണോ വേണ്ടത് അതിനേക്കാളും കൂടുതലായിട്ട് ഇച്ചിരി ബഫർ ടൈം ഇടുക. ഒരു അരമണിക്കൂർ എക്സ്ട്രാ ഇട്ടിട്ട് ഒരു ടൈം അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ അന്ന് ടൈം ബ്ലോക്ക് ചെയ്തിരുന്നത് 9
ടു 11 ആയിരുന്നു. 9 മണി മുതൽ 11 മണി വരെയുള്ള സമയം ഞാൻ ബ്ലോക്ക് ചെയ്തു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു. ഇപ്പോൾ ഇന്നും അതുപോലെ തന്നെയാണ്. ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ട്. സോ നമ്മളൊരു ടൈം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വലിയ വലിയ ടാസ്കുകളൊക്കെ നമുക്ക് ആ സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. അതിന് മുമ്പുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ടൈം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 9 മണിക്ക് എന്ത് വന്നാലും 9 മണിക്ക് ഇരിക്കും എന്നുള്ളത് ഞാൻ 9 മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വിശന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ അതിന് മുമ്പ് എല്ലാ പ്രിപ്പറേഷനും ചെയ്തിട്ടുണ്ടാകും. നമുക്ക് ഫുഡ് കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഇതിന് വേണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ട്. ടൈം ബ്ലോക്കിംഗ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, പ്രത്യേകിച്ച് വലിയ വലിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടൈം ബ്ലോക്കിങ്ങിന് വേണ്ടിയിട്ടും എൻ്റെ ഈ സിമ്പിൾ പ്ലാനർ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഓരോ സമയം ഞാൻ കൊടുത്തേക്കണമുണ്ടോ. ഇതിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയമുണ്ട്. ഞാൻ ഓരോ മണിക്കൂറാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ 2-3 മണിക്കൂർ എടുത്തിട്ട് ഓരോ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ 2-3 മണിക്കൂറിലേക്ക് ഒരുമിച്ച് ടാസ്ക് ആയിട്ട് എഴുതി വെക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരു ദിവസം നല്ല അടിപൊളിയായി പ്ലാൻ ചെയ്ത് അടിപൊളിയായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ചുമ്മാ നിങ്ങൾക്ക് ടിപ്സുകൾ പറഞ്ഞുതരാൻ മാത്രമല്ല ചെയ്തത്. ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നുകൊണ്ട് കാണിച്ചു തന്നു. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണം. ഇത് 3 നിങ്ങൾ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടിപ്പ്? അത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏത് ഭാഗത്താണ്? ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ ടൈം ബ്ലോക്കിംഗ് ചെയ്യുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ല നിങ്ങൾക്ക് 2 മിനിറ്റ് റൂളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. എവിടെ? കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമല്ല ഞാൻ നേരത്തെ പറഞ്ഞ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ എവിടെയാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ കമൻറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്കൊരു സെൽഫ് മോട്ടിവേഷനും കൂടിയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പ്ലാനർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് കിടപ്പുണ്ട്. ഇതാ ഒരു ഫുൾ ബോക്സിനകത്ത് വരിക. ഇതിനകത്ത് ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതിനകത്ത് ഇതാ ഇങ്ങനൊരു പ്ലാനറുണ്ട്, ഒരു വീക്ക്ലി പ്ലാനറുണ്ട്, ഒരു ഡ്രീം ലൈഫ് വർക്ക്ഷീറ്റ് ഉണ്ട്, ഒരു ലെറ്റർ ടു ഫ്യൂച്ചർ സെൽഫ് ഉണ്ട്, ഒരു സ്റ്റിക്കറുണ്ട്. അങ്ങനെ ഒത്തിരി 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 സാധനങ്ങളുള്ള ഒരു വലിയ പ്ലാനർ ബണ്ടിലാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഫോളോ ചെയ്ത് തുടങ്ങും. കാരണം ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിലും നിങ്ങൾ ടൈം മാനേജ്മെൻറ്റിലോട്ട് പോരും. ഉറപ്പുള്ള കാര്യമാണ്. ഒത്തിരി പേര് റിവ്യൂ വന്നിട്ടുണ്ട്. റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെസ്സേജ് ചെയ്താൽ മതി. കൺസൾട്ടേഷൻ വേണം. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വീക്ക്ലി മന്ത്ലി ടൈം മാനേജ്മെൻറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ അതിനും ഫോം ഫില്ല് ചെയ്താൽ മതി. നമുക്ക് കൺസൾട്ടേഷൻ ചെയ്തിട്ട് ലൈഫ് അടിപൊളിയെ പ്രൊഡക്റ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഏത് ടിപ്പാന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വേണമെന്നാണെങ്കിൽ അതും പറയണം. എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഒരാൾ പറഞ്ഞു ഫിനാൻഷ്യൽ മിനിമലിസത്തിനെ പറ്റി വീഡിയോ വേണം, മൈൻഡ്ഫുൾനെസ്സിനെ പറ്റി വീഡിയോ വേണം എന്നൊക്കെ. മിനിമലിസത്തിനെ പറ്റി വേറൊരാൾ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ മിനിമലിസത്തിനെ പറ്റി ഇട്ടായിരുന്നു. ഇനി ഫിനാൻഷ്യൽ മിനിമലിസം ഒക്കെ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. സോ പറയാൻ മടിക്കണ്ട കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ.